ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഹോൾട്ടർ നെക്ക് ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഹോൾട്ടർ നെക്കിൽ സൈഡ് നോട്ട് വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വരുന്ന രീതിക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 44 ഇഞ്ച് വീതിയിലുള്ള 4 മീറ്റർ ഫാബ്രിക്കാണ്. ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നത് കൊണ്ട് 60 ഇഞ്ചിൻ്റെ കിട്ടുമെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലൈനിങ് വേണ്ടി വന്നത് 3.5 മീറ്ററാണ്. 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. നോർമലി മാർക്ക് ചെയ്യുന്ന ഷോൾഡർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൂട്ടാനും കുറക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെയിം 7 ഇഞ്ച് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി ചെയ്യുന്നത് പോലെ ഷോൾഡർ സ്ലോപ്പ് ഇതിന് കൊടുക്കുന്നില്ല. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത അതേ പോയിന്റിൽ തന്നെയാണ് താഴത്തേക്ക് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. മുകളിൽ നിന്ന് 13 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് 19 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് പോകുന്നത്. ഈ വേസ്റ്റ് ലൈനിൽ നിന്ന് തന്നെ താഴത്തേക്ക് ഫ്ലെയറിലേക്ക് വൈഡായിട്ട് പോകുന്ന രീതിക്ക് വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാമേ. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആം ഹോൾ ഇപ്പോഴേ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് നമ്മളെങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് മാത്രമേ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടൂ. കൂട്ടിയും കുറച്ചൊന്നും കൊടുക്കാൻ പാടില്ല. ഒരുപാട് കുറച്ച് കൊടുത്താൽ നെക്ക് നമുക്കിങ്ങനെ കിട്ടുന്ന സമയത്ത് ഇറുങ്ങിപ്പോകുന്ന പോലെ തോന്നും. കൂട്ടി കൊടുത്താൽ നമുക്കങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്ന ആ ഒരു ഡിജിറ്റാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് കൊടുക്കേണ്ടത്. ഇനി ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു ബോക്സാക്കി വരച്ചതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കുഴിച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യേണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോഡലിന് ഹോൾട്ടർ നെക്കാണ് കൊടുക്കുന്നത്. അത് തന്നെ ഡയറക്റ്റ് നെക്കിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ആം ഹോളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നെക്ക് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ആദ്യം 1/2 ഇഞ്ച് താഴത്തേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ആ ഒരു ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് കർവാക്കി കൊടുക്കണ്ട. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ആകുമ്പോൾ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് കുറച്ച് ഞാൻ കർവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കർവ് തന്നെ നമ്മുടെ ആ ഒരു ലൈനിലേക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ അരേഞ്ച് പോയിന്റ് മാർക്ക് ചെയ്തത് നമുക്ക് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് നീട്ടിയിട്ട് വരച്ചു കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ മാർക്കിങ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ലൈനിങ് ഇവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല ഫുൾ ലെങ്ത്തിലാണ് ചെയ്യുന്നത്. 50 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് അതിൽ നിന്ന് 1 ഇഞ്ച് മാത്രം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പാറ്റേൺ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പാറ്റേണിൽ നമ്മൾ ഫുൾ ലെങ്ത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ താഴത്തേക്ക് ചെരിച്ച് വരുന്ന രീതിക്ക് നമുക്കത് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴത്തെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 20 ഇഞ്ച് മാത്രമാണ്. നമ്മൾ ബാക്കിൽ പ്ലീറ്റ് ഇട്ടിട്ടല്ല ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 20 ഇഞ്ച് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഹിപ്പ് ലൈനിന് നേരെ ഇതുപോലെ ടേപ്പ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കഴുത്തിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ചെരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പാറ്റേൺ എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ ബാക്ക് നെക്കിലൂടെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കട്ട് ചെയ്ത ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമുക്കിത് മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പീസ് മെയിൻ ക്ലോത്ത് മാത്രം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടുന്നത് 50 ഇഞ്ചാണ്. താഴെ ഭാഗത്ത് 2 ഇഞ്ചിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ട് 48 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ പ്ലീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു ബാക്ക് വശം ആ ലൈനിങ്ങിനനുസരിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്തത് 53 ഇഞ്ച് ലെങ്ത്തിലായിരുന്നേ. അതുകൊണ്ടാണ് ഇവിടെ ലൈനിങ്ങിനേക്കാളും മെയിൻ ക്ലോത്തിന് ലെങ്ത്ത് കൂടുതലാണെന്നത്. അത് പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിന് കണക്കായിട്ട് തന്നെയാണ് അന്നേരം മെയിൻ ക്ലോത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിന് ചെയ്ത പോലെ താഴെ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. 44 ഇഞ്ച് വീതിയിലെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് മുന്നിലധികം പ്ലീറ്റ് കിട്ടില്ല. ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നതും നല്ലോണം പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ 2 സൈഡിലേക്കായിട്ട് ഇതേ ലെങ്ത്തിലുള്ള പീസ് ജോയിൻ ചെയ്ത് എടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ തുണി കിട്ടും. നമുക്കിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഓപ്പൺ വരുന്ന സൈഡിലായിട്ട് നമ്മുടെ ഇപ്പം കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഫോൾഡ് വരുന്ന സൈഡിലേക്കായിട്ട് കുറേ ഫാബ്രിക് ബാക്കി കിട്ടും. അത് കുറഞ്ഞത് 10 ഇഞ്ചെങ്കിലും വേണം. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് സൈഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് വീതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരു 20 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈനിലേക്കാണ് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രില്ലിടാൻ വെച്ച ആ തുണിയിലേക്ക് നെക്ക് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ മെയിൻ ക്ലോത്ത് മാത്രം നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ച ഒരു തുണിയിൽ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്യാദേഴ്സ് കൊടുക്കാം. ഈ ഒരു മെറ്റീരിയലിന് പ്ലീറ്റ്സ് ആണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മളപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വിട്ട് വരേണ്ടത് നമ്മൾ ആ ഒരു ലൈനിങ് കട്ട് ചെയ്ത അളവിനനുസരിച്ചിട്ടാണ്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ബാക്ക് വശത്തിൻ്റെ തുണി ഇവിടെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് എടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ആം ഹോളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് മറിച്ചിട്ടെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആം ഹോള് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ക്രോസ് പീസൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മളിതാ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ ഫിനിഷ് ചെയ്തെടുത്തിട്ട് അതിനൊരു പതിച്ച് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലീറ്റ്സ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, മോൻ അടുത്തുണ്ടായത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്കാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആം ഹോള് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെക്ക് വിടുത്തില്ലേ, ആ ഒരു ഭാഗം നമുക്ക് നെക്ക് പാർട്ടിൻ്റെ അതിന് സെയിം ആക്കി എടുക്കണം. ഒരു ഹോൾട്ടർ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസ് ചെക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. നമ്മൾ 1.25 ഇഞ്ചിൻ്റെ കോളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ മടക്കിയിട്ട് വരുമ്പം അതിൻ്റെ ഡബിൾ എടുക്കുക. പിന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് 4 ഇഞ്ച് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സൈഡിലേക്ക് നോട്ട് ചെയ്യുന്ന രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നോട്ടും കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ടെയിൽ പോലെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വ്യത്യാസത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് വേണ്ട, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം
ഒരു നമ്മുടെ ഒരു ബോൻ്റെ ടെയിലൊക്കെ വരില്ലേ, താഴത്തേക്ക് വീതി കുറഞ്ഞ് പിന്നെ വീതി കൂടി വരുന്ന രീതിക്ക്, അതുപോലെ നമുക്കൊന്ന് കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗത്തും കുറച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് രണ്ട് സൈഡിലേക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് മടങ്ങിയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് 1/4 ഇഞ്ച് വീതം മാർക്കിങ് കൊടുക്കാം. ഇനി അന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പോകുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്ലീറ്റിന് കുറച്ച് വീതി അധികമായിട്ട് ഞാൻ അത് നമ്മുടെ ബാക്ക് പാർട്ടിന് കണക്കാക്കിയിട്ട് 2-3 പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ കോളറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ തെറ്റിപ്പോയിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ അയച്ചിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഈ ഒരു നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ ഒരു പീസ് തുണി നമ്മൾ നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 3 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പോയിൻ്റിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത വശത്തായിട്ട് നമ്മുടെ ഈ ഒരു പീസ് തുണി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ വലത് സൈഡായിരിക്കും ഫ്രണ്ട് ഭാഗം ഉണ്ടാവുക. അതിൻ്റെ ഇടത്തെ സൈഡ് 3-ാമത്തെ പോയിൻ്റ് കൊടുത്തിട്ടില്ലേ, സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ഇപ്പുറത്തെ 1/4 ഇഞ്ചിലേക്കാണ് നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കെട്ടുന്ന സമയത്ത് ഇതുപോലെ ഇടതേ സൈഡിലേക്ക് നമുക്ക് ടൈ കിട്ടും. അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇത് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാനിരിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളിപ്പം പിന്നെ ഇത് വെച്ച ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു കോളറ് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതേ സ്റ്റിച്ച് കണ്ടിന്യൂ ആയിട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ച എഡ്ജില്ലേ, ആ എഡ്ജ് ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് കുറച്ച് ഭാഗം ഫിനിഷ് ആവാനുണ്ടാവും. അതും ഇതുപോലെ കൂട്ടിച്ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഹോൾട്ടർ നെക്കിൻ്റെ പണി. സിമ്പിളാണ്. ബാക്കിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ബാക്കിലും ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്ത് താഴെ വെക്കാനുള്ള ബോർഡറൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിനോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.